യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ കാന്തപുരത്തിനെ തള്ളി മരിച്ച തലാലിന്റെ സഹോദരൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് സഹോദരന്റെ വെളിപ്പെടുത്തൽ. ഇതിനിടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കാന്തപുരം കത്തും നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ശ്രീകാന്തേ, നേരത്തെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലൊരു നന്മമരമായി പെട്ടെന്ന് രൂപപ്പെട്ട ഒരു വ്യക്തിയായി കാന്തപുരം മാറിയതാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഇടത് ഇസ്ലാമിക് ഗ്രൂപ്പുകളെല്ലാം കാന്തപുരത്തിന് ജയ് വിളിച്ചുകൊണ്ടുള്ള വലിയ പോസ്റ്റുകളും അത്തരം ആഘോഷങ്ങളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാന്തപുരത്തെയോ അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നവരുമായ ഒരു ബന്ധവുമില്ല എന്നാണല്ലോ ഈ തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീകാന്ത്. ഗൗതം, ഇത് വല്ലാത്ത ആശങ്ക കൂടി ഉണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം വിദേശത്തെ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു മലയാളി യുവതി, അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി വാർത്ത വരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നു. ഇടയ്ക്ക് വെച്ച് അവരുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നൊരു വാർത്ത വരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായി തള്ളിക്കയറ്റം നടക്കുന്നു. ഇതിനിടയിൽ ആ കുടുംബാംഗം തന്നെ പറയുന്നു, ആ മരിച്ചുപോയ ആളുടെ തലാലിൻ്റെ സഹോദരൻ മെഹ്ദി പറയുന്ന കാര്യം, തനിക്ക് ഇവരുമായൊന്നും ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാന്തപുരത്തോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഏർപ്പെടുത്തിയ പ്രഭാഷകൻ എന്ന് പറയുന്ന ആളുമായി തങ്ങൾ സംസാരിച്ചിട്ടുമില്ല. തങ്ങളുമായി ആരും ഇതുവരെ കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ മെഹ്ദി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേർ സഹോദരനാണ്, മരിച്ചുപോയ തലാലിൻ്റെ നേർ സഹോദരനാണ് ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം ഏർപ്പെടുത്തിയ പ്രഭാഷകനുമായി തങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയോ തങ്ങൾ ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. തങ്ങൾക്ക് ഒരു തരത്തിലും ഇത്തരം കൂടിക്കാഴ്ച അനുവദിക്കാനുമാകില്ല എന്ന് ഈ മെഹ്ദി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്: ഇത്തരക്കാരെ ഒരിക്കലും കണ്ടിട്ടോ ആശയവിനിമയം നടത്തിയിട്ടോ ഇല്ല. പ്രഭാഷകനുമായി ആശയവിനിമയം നടത്തിയവർ തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അയാൾ പറയുന്നു. ഇസ്ലാമിക നിയമവും യുക്തിയും അനുസരിച്ച് ഇത്തരം ചർച്ചകൾ അസ്വീകാര്യമാണ് എന്ന് ഇയാൾ പറയുന്നു. ഒരു സാഹചര്യത്തിലും ഇത്തരം ചർച്ചകൾ അനുവദനീയമല്ലെന്നും ഈ മെഹ്ദി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കാന്തപുരം അവകാശപ്പെട്ടത്, കാന്തപുരത്തിനെ പിന്തുണച്ചുകൊണ്ട് CPIM സഹയാത്രികനും മുൻ SFI നേതാവുമായ ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ കൂടിയായ സുഭാഷ് ചന്ദ്രൻ അവകാശപ്പെട്ടത് പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് ഇതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ആ കുടുംബവുമായി ഒന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേന്ദ്രം നേരത്തെ പറഞ്ഞതാണ്, അനാവശ്യ ഇടപെടലുകൾ നടത്തരുത്, ആ കുടുംബത്തെ പ്രകോപിപ്പിക്കരുത്, അവരുമായി ഈ നിമിഷപ്രിയയുടെ കുടുംബം പോയി ദയയാചിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് മറ്റിടപെടലുകൾ നടത്തിയാൽ അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാണ് എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്. അന്ന് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കാനൊക്കെ സമയം കണ്ടെത്തിയവരാണ് ഈ സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ. ആ ഒരു സാഹചര്യം കൂടി ഇതിലുണ്ട്. മാത്രമല്ല, അന്ന് മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ കേന്ദ്രം കൈവിട്ടു, കാന്തപുരം ചേർത്ത് പിടിച്ചു എന്നൊക്കെയാണ് ഹെഡിങ് നൽകിയത്. പക്ഷേ ഇന്നലെ കാന്തപുരം തന്നെ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ പണി നടക്കില്ല, കേന്ദ്രത്തിൻ്റെ നയതന്ത്ര ഇടപെടൽ കൂടി വേണം എന്നാണ് കാന്തപുരവും പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഈ പറയുന്ന ആവേശ കമ്മിറ്റിക്കാർ, ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടക്കുന്ന സുഭാഷ് ചന്ദ്രനെയും മറ്റ് ഈ മത നേതാക്കളെയും പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, യമനിലുള്ളതൊരു മനുഷ്യജീവൻ കൂടിയാണ്, ഒരു മലയാളി യുവതിയാണ്. നിങ്ങൾ ക്രെഡിറ്റ് അടിക്കാനും മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാനുമായി ഈ വിഷയം ഉപയോഗപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവനാണ്. നിങ്ങൾ പ്രകോപിപ്പിക്കുന്നത് ആ കുടുംബത്തെയാണ്. എന്തെങ്കിലും ഒരു അവസരം ഈ യുവതിയുടെ ജീവൻ രക്ഷിക്കാനുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്നതും നിങ്ങൾ തന്നെയാണ് എന്ന് മാധ്യമങ്ങളും ഈ മത നേതാക്കളും ഈ സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള വക്കീലന്മാരും ഓർത്താൽ നല്ലത്. ശ്രീകാന്ത്, ഇത് കേവലം ആവേശ കമ്മിറ്റി എന്ന നിലയിൽ മാത്രം നമുക്കിതിനെ കാണാൻ കഴിയുമോ? കാരണം ഇത്തരം വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഇത്തരം നന്മമരങ്ങൾ പൊന്തി വരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട നന്മമരങ്ങളാണ് പലപ്പോഴും രൂപപ്പെടുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർ ഒരു തരത്തിലും സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരോ ഇത്തരം സാഹചര്യങ്ങളെ സ്വന്തം ക്രെഡിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നവരോ ആണോ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. അപ്പോൾ ഇതൊരു വലിയ ഗൂഢാലോചനയായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടി വരില്ലേ?
ഗൗതം, നമ്മളിതിൽ മതമോ രാഷ്ട്രീയമോ ഒന്നും ഈ ഘട്ടത്തിൽ നോക്കിയില്ല എങ്കിൽ പോലും, അതൊക്കെ മാറ്റിവെച്ച് നോക്കിയാൽ പോലും നമ്മൾ നോക്കേണ്ടത് ഇതൊരു മനുഷ്യജീവന്റെ കാര്യമാണ്. ഇത് നിമിഷപ്രിയ എന്ന മലയാളി യുവതി യമനിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ വെറുതെ വാർത്തയൊക്കെ അടിച്ച് അവരെ പ്രകോപിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ മെഹ്ദി എന്നയാൾ, തലാലിൻ്റെ സഹോദരൻ, ഇവിടുത്തെ മാധ്യമങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുന്നു എന്ന് വേണം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ. നിങ്ങൾ ആ കുടുംബത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം തോറും. അവരുമായി ചർച്ച പോലും നടത്താത്തവർ ഞങ്ങൾ ചർച്ച നടത്തി എല്ലാം വിജയത്തിലേക്ക് എന്ന ക്രെഡിറ്റ് എടുക്കുന്നു. സ്വാഭാവികമായി അവർ പ്രതികരിച്ചു പോകും. ആ പ്രതികരിക്കുന്നത് ദോഷമാകുന്നത് നിമിഷപ്രിയയ്ക്കാണ് എന്നുള്ള കാര്യം ഈ ആവേശ കമ്മിറ്റിക്കാർ, ഈ മാധ്യമങ്ങൾ ഓർക്കണം, ഈ മത നേതാക്കൾ ഓർക്കണം, ഈ അഭിഭാഷകൻ എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രൻ ഓർക്കണം. ഇന്നലെ ഒരു പുതിയ ദിവ്യൻ കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു സുവിശേഷ പ്രസംഗകൻ കെ ജെ പോൾ ഇന്നലെ വധശിക്ഷ വരെ റദ്ദാക്കി കഴിഞ്ഞു. അത് മാത്രമല്ല, സകല ദൈവങ്ങൾക്കും നന്ദി പറയുന്നു. അത് തങ്ങളുടെയൊക്കെ തന്നെ ഇടപെടൽ അതിന് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ഇവരുടെ ക്രെഡിറ്റിന് വേണ്ടി, ഇവർക്ക് പേരുണ്ടാക്കാൻ വേണ്ടി, മാധ്യമങ്ങൾ ചിലർ അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ഫലത്തിൽ ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ ജീവൻ അപഹരിക്കാൻ മാത്രമേ ഉപകരിക്കൂ. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തന്നെ ഇത് പറഞ്ഞതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു പോംവഴി തെളിയൂ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞതാണ്. അതിനിടയിലാണ് ഈ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർ ഒന്നാകെ ഇറങ്ങി ഇത് അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്രത്തിന് നമുക്കറിയാം, അവിടെ യമനിൽ നമുക്ക് എംബസി ഇല്ല, നയതന്ത്ര ബന്ധങ്ങളില്ല, ഹൂതി വിമതരടക്കമുള്ളവരുടെ കേന്ദ്രമാണ്. ആ പശ്ചാത്തലത്തിൽ അവിടെ പിൻവാതിൽ ചർച്ചകൾ കേന്ദ്രം നടത്തുന്നുമുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ ചില ആളുകൾക്ക്, ചില അഭിഭാഷകർക്ക്, ഇവർക്കൊക്കെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെക്കാളും വിശ്വാസം ഇത്തരത്തിലുള്ള ചില ദിവ്യന്മാരെയാണ്. ശ്രീകാന്ത്, അത് തന്നെയാണ്. അതായത് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിന്റെ ഈ തീയതി അടുക്കുന്ന ഘട്ടത്തിൽ ഭാരതം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. കാരണം യമൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ദേശമല്ല, ഭീകര സ്വഭാവമുള്ള രാജ്യങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനാൽ സൗദി ഉൾപ്പെടെ ഭാരതത്തിന് നയതന്ത്ര തലത്തിൽ നല്ല സൗഹൃദമുള്ള മറ്റ് ഇസ്ലാമിക ദേശങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വധശിക്ഷയുടെ തീയതി നീട്ടിവെക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ആ ഘട്ടത്തിൽ പക്ഷേ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ഒഴികെ, ജനം TV ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ഇതിൽ ഒന്നും ചെയ്തില്ല എന്ന ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് എല്ലാം ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് വാർത്തകളെ വളച്ചൊടിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ നോക്കൂ, കാന്തപുരം തന്നെ ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നു. തന്നെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ വേണമെന്ന്. അപ്പോൾ സ്വാഭാവികമായും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വലിയ ഹിഡൻ അജണ്ട ഇവിടെ പൂർണ്ണമായി പൊളിഞ്ഞു വീഴുകയല്ലേ? ഗൗതം, ഇതൊരു വല്ലാത്ത സാഹചര്യമാണ്. അതായത് കാന്തപുരത്തെ പോലെ ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ ആദരിക്കപ്പെടുന്ന, വളരെ ആരാധിക്കപ്പെടുന്ന, വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തിൻ്റെ സ്ഥാനം അത് നമുക്ക് ഒരു തരത്തിലും തള്ളിപ്പറയാൻ സാധിക്കാത്തതുമാണ്. അദ്ദേഹത്തെ പോലൊരു ആളെ പോലും ഇതിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന കാന്തപുരം തന്നെ മനുഷ്യത്വത്തിൻ്റെ വലിയ കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് സ്ക്രീൻഷോട്ടുകളായി ഇടുന്നു. വല്ലാത്തൊരു ഹിസ്റ്റീരിയ ബാധിച്ചവരെ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങളെ അവിടെ കാണുകയുണ്ടായത്. നിലവിൽ അവർ ചെയ്തത്, അവരാ നടത്തിയ ചർച്ചകളിലൂടെ ഉണ്ടായത് ആ കുടുംബത്തെ പ്രകോപിപ്പിക്കൽ മാത്രമാണ്. ഇതിന് പിന്നിൽ കാന്തപുരമൊക്കെ എങ്ങനെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ തോന്നി എന്നുള്ളതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹത്തെ ഒന്നും കേരളം കണ്ടിരുന്നത് ഇത്ര വില കുറഞ്ഞ നടപടികൾ സ്വീകരിക്കുന്ന ആളായിട്ടല്ല. അദ്ദേഹമൊക്കെ മത നേതാക്കൾ, ആധ്യാത്മിക ആചാര്യന്മാർ എന്ന നിലയിൽ കേരളത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന സമുന്നതരായ വ്യക്തികളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരിക, ഇതിൻ്റെ ക്രെഡിറ്റ് നേടാൻ വേണ്ടി അനുയായികളെ കളത്തിലിറക്കുക, ഇതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ, അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വിളിക്കുമ്പോൾ അതിന് നിന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കാന്തപുരത്തിൻ്റെ വിലയിടിക്കലാണ് അവിടെ നടന്നത്. കാന്തപുരത്തെ പോലെ ഒരു വലിയ മത നേതാവിൻ്റെ, ആധ്യാത്മികാചാര്യൻ്റെ വില കളയലാണ് മാധ്യമങ്ങളും അദ്ദേഹത്തിനൊപ്പമുള്ളവരും ചില രാഷ്ട്രീയക്കാരും നടത്തിയത് എന്ന് പറയേണ്ടി വരും. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ കാന്തപുരത്തിനെ പോയി കണ്ട് നന്ദി പറയുക വരെ ചെയ്തു. എന്തിനാണ് നന്ദി പറഞ്ഞതെന്ന് പോലും ഒരുപക്ഷെ MV ഗോവിന്ദന്
അറിവുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാന്തപുരത്തിൻ്റെ വില ഇടിക്കുകയാണ് ഇവരിപ്പോൾ ചെയ്തത്. അബ്ദുൽ ഫത്താ മെഹ്ദി എന്ന ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നു, കാന്തപുരത്തിനോടുള്ള എല്ലാ ബഹുമാനവും എല്ലാ റെസ്പെക്റ്റും എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ. കാരണം കാന്തപുരം സർവാധരണീയനായ വ്യക്തിയാണ് വിദേശ രാജ്യങ്ങളിൽ. അദ്ദേഹത്തോടുള്ള ആദരവ് നിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ ചുമതലപ്പെടുത്തിയ ഒരാളും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അവരുമായൊന്നും ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വധശിക്ഷയാണ്, അതിൽ കുറഞ്ഞ യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ കാന്തപുരത്തിന് കൊടുത്ത ക്രെഡിറ്റ്, വധശിക്ഷ ഒഴിവാക്കി എന്ന് പറഞ്ഞു കൊടുത്ത ക്രെഡിറ്റ്, അതാരുണ്ടാക്കിയ കഥയാണ് എന്നുള്ളതാണ് ചോദ്യം. അത് അറിഞ്ഞേ തീരൂ. കാരണം ആ പെൺകുട്ടിയുടെ, ആ യുവതിയുടെ മരണത്തിന് തന്നെ കാരണമായേക്കാവുന്ന കഥയാണ് അത്. ഈ കുടുംബത്തെ ഇത്രയധികം പ്രകോപിപ്പിച്ചതും അതാണ്. അതിന് കാരണക്കാരാരാണ് എന്നുള്ളത് അന്വേഷിച്ചേ തീരൂ. കാന്തപുരം അത് എന്തിന് ഏറ്റെടുത്തു എന്നുള്ളതിന് കാന്തപുരവും മറുപടി പറയണം. സുഭാഷ് ചന്ദ്രനൊക്കെ, ഈ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുണ്ട്, ആദ്യഘട്ടം മുതൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനും കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കാനും വന്നയാളാണ്. പിന്നെ അയാൾ അത് പറയുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ല. അയാൾ CPIM സഹയാത്രികനാണ്, പഴയ SFIയുടെ തീപ്പൊരി നേതാവാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു നാടകം കളിച്ചത്, ഈ ഒരു കഥയുണ്ടാക്കിയത് എന്ന് സുഭാഷ് ചന്ദ്രനും പറയേണ്ടി വരും. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ വാദങ്ങൾ പൊളിയുകയാണ്. കാന്തപുരം മുന്നോട്ട് വെച്ച ചർച്ച നടത്തി എന്ന് പറയുന്ന അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് നിമിഷപ്രിയയുടെ ഈ തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.